ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മസ്റ്റാർഡ് കിച്ചൺ. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ മൊമോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 250 ഗ്രാം മിൻസ് ചെയ്ത ചിക്കനാണ്. ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താലും മതി. ഇനി അതിലേക്ക് 1/4 കപ്പ് വളരെ പൊടിയായി അരിഞ്ഞ സ്പ്രിംഗ് ഒണിയനും 1/4 കപ്പ് തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 സവോള, അതും വളരെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ സവോള തന്നെ എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് ചിക്കൻ ഭയങ്കര ജ്യൂസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിക്കാതെ എടുക്കുന്നതാണ് മൊമോസിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് കിട്ടുന്നത്. 1/2 കപ്പ് മൈദയും വെള്ളവും മാത്രം ചേർത്ത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ടൈറ്റായിട്ട് കുഴച്ച് 30 മിനിറ്റ് മാറ്റി വെച്ചതാണിത്. ഇതിൽ നിന്നും ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ മുഴുവനും ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ളും ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് മൈദ ആദ്യം ഇട്ട് കൊടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ റൗണ്ടായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുന്ന സമയത്ത് മൊമോസിന് വളരെ തിന്നായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് മൊമോസിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു ലെയർ ഭയങ്കര കട്ടിയായിട്ട് വരും, മൈദയുടെ ലെയർ. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് ആക്കി കൊടുക്കാം. ഫില്ലിങ് ഉള്ളിൽ വെച്ച് ഇനി ഇതിൻ്റെ സൈഡ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ച് മൈദ ആക്കി കൊടുക്കാം. മൊമോസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡ് രണ്ടും ഒട്ടിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ചെയ്തത് ഈ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്യുന്നത് നമ്മൾ നല്ല തിന്നായിട്ടാണ് മൊമോസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ മൊമോസ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്തെടുക്കണം. കാരണം ചിക്കൻ നമ്മൾ വേവിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 20 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്ക് ആവുന്നില്ലെങ്കിൽ അത് കുക്കായി എന്നാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മൊമോസ് റെഡി ആയിട്ടുണ്ട്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.